ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: ആദ്യം തന്നെ കേക്ക് ടിൻ തയ്യാറാക്കി വെക്കണം. അതിനായി ഞാനിവിടെ 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തത്. ടിന്നിൽ അല്പം ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. കേക്ക് സ്പോഞ്ചിനായി 1 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാനാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇത് മാറ്റിവെക്കാം. ഒരു ക്ലീൻ ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ ബൗളിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. പിന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുക്കറാണ്. കുക്കറിലേക്ക് 1 തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട പതഞ്ഞു വരുമ്പോൾ 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മുട്ട നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലോർ മിക്സ് കുറേശ്ശെയായി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ കട്ടിയായി തോന്നുമ്പോൾ 1/4 കപ്പ് പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ ബേക്കിംഗ് സോഡയിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് പതയടങ്ങുന്നതിന് മുമ്പ് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. കേക്ക് നന്നായി പൊങ്ങി വരാൻ ഇത് സഹായിക്കും. കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എയർ ബബിൾസ് പോവാനായി ഇങ്ങനെയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 30 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായി 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനി ഇത് തണുക്കാനായി മാറ്റിവെക്കാം. 35 മിനിറ്റ് ആയി. നമ്മുടെ കേക്ക് വെന്തെന്ന് തോന്നുന്നു. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കട്ടെ.
ടൂത്ത് പിക്കിലൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ കേക്ക് റെഡിയായി. കേക്ക് ചൂടാറിയ ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചിയായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. gram വൈറ്റ് ചോക്ലേറ്റ്. ഈ ഒരു ബാർ എടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇതുപോലെ സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യണേ. ഒരു ടേൺ ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് അല്പം ക്രീം തേക്കുക. കേക്ക് ബോർഡിൽ നിന്ന് ഇളകി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബോർഡിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ ഇത് ഷുഗർ സിറപ്പ് വെച്ച് നല്ലപോലെ സോക്ക് ചെയ്യണം. പിന്നെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ചെറി മുറിച്ചത് വിതറി വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇടുക. കേക്കിന്റെ അടിയിൽ ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ക്ലീനിങ് എളുപ്പമായിരിക്കും. പിന്നെ സെക്കൻഡ് ലെയർ വെച്ച് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. മൂന്നാമത്തെ ലെയർ വെച്ച് സോക്ക് ചെയ്ത് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം.
കേക്കിന്റെ സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതുപോലെ പതിച്ചു കൊടുക്കാം. ഞാൻ ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടെ. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത്. ഈ സ്പേസിൽ വൈറ്റ് ചോക്ലേറ്റ് വിതറി കൊടുക്കാം. ഇനി ചെറി വെച്ച് അലങ്കരിക്കാം. ഇനി ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. കേക്കിന്റെ താഴെയും ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.